Hello my dear friends, welcome to Negentropy BTech Tuition. This is Afsal. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രിക്ഷൻ്റെ ഒരു ബേസിക് ലെവൽ പ്രോബ്ലം നമ്മൾ പഠിച്ചു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഒട്ടുമിക്ക കുട്ടികൾക്കും ഈ കൺസെപ്റ്റ് അറിയാമായിരിക്കും. പക്ഷെ ഇതിനകത്തൊരു നിങ്ങളൊരു 90% കുട്ടികൾക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പഠിച്ചു പോകാം. ഈ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഞാൻ തിയറിറ്റിക്കൽ ഫിഗേഴ്സൊക്കെ വെച്ച് പഠിപ്പിക്കാൻ പോകുന്നില്ല. ഈ കൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ എ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും പഠിക്കാം. വരൂ, അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. നോക്കൂ. When a body of weight 1000 Newton is kept on a horizontal rough surface. നോക്കൂ, horizontal rough means friction ഉണ്ട്. The coefficient of static friction, നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് നിർത്തി എഴുതട്ടെ. അപ്പോൾ ഗിവൺ ഡേറ്റാസിൽ ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? ഗിവൺ ഡേറ്റാസിൽ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ആണ് W. എത്ര തന്നിരിക്കുന്നത്? 1000 ന്യൂട്ടൺ. അതിനുശേഷം നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മീൻസ് ഞാൻ തൽക്കാലം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ മ്യൂസ് എന്ന് കാണിച്ചോട്ടെ. മ്യൂസ് ഇസ് ഈക്വൽ എത്ര എന്ന് പറയുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. Then the coefficient of dynamic friction is, തൽക്കാലം ഞാൻ മ്യൂ K എന്ന് വിളിച്ചോട്ടെ. That is 0.18 എന്ന് പറഞ്ഞു. Then calculate the frictional force when the applied force P as shown in the figure. ഫിഗർ ഞാൻ വരച്ചു തരാം. അതായത് പിയുടെ വാല്യൂ 0 ആണെങ്കിൽ എത്രയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? പിയുടെ വാല്യൂ 100 ആകുമ്പോൾ എത്രയാകുന്നു? 200 ആകുമ്പോൾ 300 ആകുമ്പോൾ എത്രയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ആണ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ആ ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ. ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ ബ്ലോക്ക്. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഈ ബ്ലോക്കിന് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസ്. ദിസ് ഇസ് ദ റഫ് ഹൊറിസോണ്ടൽ സർഫസ്. ഈ റഫ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സർഫസിലേക്ക് ഞാൻ ആരെ പ്ലേസ് ചെയ്തിരിക്കുന്നു? എൻ്റെ ബ്ലോക്കിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് എന്താണ്? W ന്യൂട്ടൺ. ഇവനെ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഫോഴ്സ് ആണ് P എന്ന് പറയുന്ന ഫോഴ്സ്. ആ P എന്ന് പറഞ്ഞ ഫോഴ്സ് ഇങ്ങനെയുണ്ട്. ഈ P എന്ന ഫോഴ്സോടെ ബെയർ ചെയ്യണം. പല കേസാണ്. കേസ് 1, കേസ് 2, കേസ് 3 എന്നാണ് പറയുന്നത്. അതൊക്കെ ഉടനെ പതുക്കെ ഗ്രാജുവലി പഠിക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നോക്കൂ, വെയിറ്റ് അങ്ങോട്ട് ആക്കുന്നത് പ്യൂർലി വെർട്ടിക്കൽ ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? ഈ ബ്ലോക്കും ഈ സർഫസും തമ്മിലുള്ള കോൺടാക്ട് ഉള്ള സ്ഥലത്ത് എന്തുണ്ടാകുന്നു? ഒരു റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ എല്ലായ്പ്പോഴും ഈ കാണുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ദിസ് ഇസ് ദ നോർമൽ റിയാക്ഷൻ R. ഈ ആരെ കൊണ്ടോ നമ്മൾ ഈ ബ്ലോക്കിനെ എങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്? ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് തൽക്കാലം ഞാൻ F എന്ന് കൊടുത്തോട്ടെ. ആ F എന്ന് പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ആയിരിക്കും. ഇനി ഒരു കൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം. എന്താണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കൺസെപ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദ ബോഡി ഈസ് അണ്ടർ റെസ്റ്റ്. റെസ്റ്റിലായാൽ മാത്രമല്ല, ഒരു ടെൻഡൻസി ഓഫ് മൂവ്മെന്റ് കൂടെ വേണം. പക്ഷെ ആ ബോഡി എന്ത് ചെയ്യാൻ പാടില്ല? ആ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആ സമയത്താണ് നമ്മൾ ആരെ അപ്ലൈ ചെയ്യുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ബോഡി മൂവ്മെന്റിലായി കഴിഞ്ഞാൽ, മൂവ്മെന്റിലാകുന്ന ആ മൊമെന്റിൽ ആര് മാറിക്കഴിഞ്ഞു? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കൺസെപ്റ്റ് മാറി ഡൈനാമിക് ഫ്രിക്ഷനിലേക്ക് വരും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണഗതി നമ്മൾ ഒട്ടുമിക്ക പേരും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് കേട്ടാൽ ആദ്യമേ ചാടി ഇറങ്ങി എഴുതുന്ന ഇക്വേഷൻ എന്താണ്? F ഈസ് ഈക്വൽ ടു മ്യൂ RN എന്ന് നിങ്ങൾ വിളിക്കും. നോക്കൂ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ആ പറയുന്ന ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് മറ്റേ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ. എന്താ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്നത്? സമ്മേഷൻ ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0. രണ്ട് ഫോഴ്സുകൾ, ഒന്ന് W മറ്റൊന്ന് RN. സോ മുകളിലോട്ട് RN പോസിറ്റീവ് മൈനസ് W ഈസ് ഈക്വൽ ടു 0. ഫ്രം ഹിയർ വി ഗോട്ട് RN ഈസ് ഈക്വൽ ടു W. Wയുടെ വാല്യൂ എത്രയാണ്? 1000 ന്യൂട്ടൺ. വിച്ച് മീൻസ് ഈ പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ. തൽക്കാലം ഞാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് 0.2 ഇൻറ്റു RNന്റെ വാല്യൂ എത്രയാണ്? 1000 ആണ് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്ര കിട്ടി? 200 ന്യൂട്ടൺ കിട്ടി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ F ഈസ് ഈക്വൽ ടു മ്യൂ RN എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. വിച്ച് മീൻസ് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ഈ സർഫസിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതാണ് എത്ര എന്ന് പറയുന്നത്? 200 ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മൾ
ഒക്കെ ക്വസ്റ്റ്യനിൽ പറയുന്ന കണ്ടീഷൻസിലേക്ക് പോകുന്നു. ഈ കണ്ടീഷൻ ഗ്രാജുവലി 2-3 കണ്ടീഷൻ ആകുമ്പോൾ എവിടം വരെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വാലിഡ്, എവിടെ മുതലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറി ഡൈനാമിക് ഫ്രിക്ഷൻ വാലിഡ് ആകുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നോക്കൂ, കേസ് 1 നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേസ് 1. എന്താ കേസ് 1 നോക്കൂ നിങ്ങൾ. കേസ് 1 എന്ന് പറഞ്ഞാൽ when the force applied force P is equal to 0. അപ്ലൈഡ് ഫോഴ്സ് 0 ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ, ആ കേസ് 1 ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ F1 എന്ന് കൊടുത്തോട്ടെ. വെറുതെ ഒരു ബ്ലോക്ക് ഇരിക്കുകയാണ്, ഞാൻ ആ ബ്ലോക്കിനെ പുള്ള് ചെയ്യാനോ പുഷ് ചെയ്യാനോ ഒന്നിനും ശ്രമിക്കുന്നില്ല, ആ ബ്ലോക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകത്തില്ല. വെറുതെ ഒരു ബ്ലോക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ എന്തുണ്ടാകത്തില്ല, ഫ്രിക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ ആ കേസിലെ ഇനിഷ്യൽ കേസിലെ ഫ്രിക്ഷൻ 0 ആയിരിക്കുന്നു. കേസ് 2 നോക്കൂ നിങ്ങൾ. കേസ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് P വാല്യൂ നോക്കൂ, P ഈസ് 100 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഈ പിയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി മാറി? ഈ പിയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി മാറി? 100 ന്യൂട്ടണായി മാറി. നോക്കൂ, നമ്മൾ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പിയുടെ വാല്യൂ 100 ആണ്, ഫൈൻഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ F ഈസ് ഈക്വൽ ടു μr കൊടുക്കുന്നു, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് 200 ന്യൂട്ടൺ കിട്ടും. അത് തെറ്റാണ്. എല്ലായ്പ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ F ഈസ് ഈക്വൽ ടു μr ആകണമെന്നില്ല. ദിസ് ഈസ് ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇവൻ 100 ന്യൂട്ടൺ കൊടുത്ത് അങ്ങോട്ട് വലിക്കുകയാണ്. നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ F ഈസ് ഈക്വൽ ടു μr ആണെങ്കിൽ ഈ എഫിന്റെ വാല്യൂ 200 ന്യൂട്ടണോ. നമ്മളൊരു വെറുതെ ഇരിക്കുന്ന ബ്ലോക്കിനെ 100 ന്യൂട്ടൺ കൊടുത്ത് വലത്തോട്ട് വലിച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം അവ ഇടത്തോട്ട് മൂവ് ചെയ്യും. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ ഇപ്പോൾ എത്ര വന്നു? നമ്മൾ μr കൊടുത്താൽ ഇവിടെ എത്ര വന്നു? 200 ന്യൂട്ടൺ വന്നു. റൈറ്റിലോട്ട് ഒരു ബ്ലോക്കിനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചാൽ ആ ബ്ലോക്ക് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുക ഒരിക്കലും പോകത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല ഇവിടുത്തെ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഈ സർഫസിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇതല്ല ഫ്രിക്ഷണൽ ഫോഴ്സ്. മറ്റെന്താ പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ്? വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദി ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ്, then the frictional force is equal to applied force. ശ്രദ്ധിക്കണേ, അത് എഴുതി പോകാം അല്ലേ. when the applied force is less than or equal to limiting friction. Limiting friction എന്ന് വെച്ചാൽ ആരാണ്? maximum friction. then frictional force is equal to applied force. എന്താണ്? applied force. നോക്കൂ നിങ്ങൾ, ഈ സമയത്തുള്ള അപ്ലൈഡ് ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. നമ്മുടെ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ 200 ന്യൂട്ടൺ ആണ്. 200 ന്യൂട്ടനെ കാട്ടി കുറവാണ് ആരെന്ന് പറയുന്നത്? 100 ന്യൂട്ടൺ. ആ സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? കേസ് 3 നോക്കൂ നിങ്ങൾ. when the applied force P is equal to എത്രയാണ്? കേസ് 3 it is 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൺ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, കറക്റ്റ് ഞാനിവിടെ 200 ന്യൂട്ടൺ കൊടുക്കുന്നു. നമ്മുടെ സർഫസിന് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഈ സർഫസിന് എക്സേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 200 ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സും 200, നമ്മുടെ അപ്ലൈഡ് ഫോഴ്സും 200. അപ്പോഴും അവൻ എന്തിലാണ്? നമ്മുടെ ബ്ലോക്ക് എന്തിലാണ്? ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക, അനങ്ങുന്നില്ല, മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിലും എന്താണ്? നമ്മുടെ അപ്ലൈഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു F2 ഈസ് ഈക്വൽ ടു എന്താണ്? അല്ലെങ്കിൽ F3 ഈസ് ഈക്വൽ ടു എത്ര തന്നെയാണ്? 200 ന്യൂട്ടൺ ആണ്. പക്ഷേ കഥ 201 ആയാൽ മാറി. നോക്കൂ, നമ്മുടെ ഈ ഫോഴ്സ് 201 ആയി. മാക്സിമം ഫോഴ്സ് എത്രയാണ്? 200 വരെ മാത്രമേ എനിക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റൂ. 201 ആയാൽ പതുക്കെ എന്ത് ചെയ്യും? ആ ബ്ലോക്ക് ആ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റിൽ ഏത് കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. പുതിയ കൺസെപ്റ്റായ ഡൈനാമിക് ഫ്രിക്ഷൻ വരും. ഡൈനാമിക് കാരണം ആ ബ്ലോക്ക് എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ബ്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാറ്റിക് എന്ന പേരിന് അറിയാമല്ലോ, സ്റ്റാറ്റിക് മീൻസ് അനങ്ങാതെ എടുത്തിരിക്കുകയാണ്. അപ്പൊ ബ്ലോക്ക് മൂവ് ചെയ്താൽ എന്തായി മാറി? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കംപ്ലീറ്റ്ലി മാറി. അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് പിന്നെ എന്തായിരിക്കും? ഡൈനാമിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ കേസ് 3 എന്താണ്? വാട്ട് ഈസ് കേസ് 3? കേസ് 3 അല്ലല്ലോ, ഇനി നമുക്ക് കേസ് 3 വരെയാണോ തോന്നുന്നുള്ളത്? അല്ല, കേസ് 4 ആണ്.
കേസ് 4 ആണെങ്കിൽ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് പി ഈസ് ഈക്വൽ എത്രയായിട്ട് മാറി? 300 ന്യൂട്ടൺ ആയിട്ട് മാറി. 300 ന്യൂട്ടൺ. അപ്ലൈഡ് ഫോഴ്സ് 300, അപ്ലൈഡ് ഫോഴ്സ് 201 ആയാൽ തന്നെ എന്തായി മാറി? കഥ സ്റ്റാറ്റിക്കിൽ നിന്ന് ഡൈനാമിക്കിലോട്ട് മാറിക്കഴിഞ്ഞു. ഈ സമയത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന F4 എന്ന് പറയുന്നത് ഡൈനാമിക് ഫ്രിക്ഷൻ. കാരണം ഈ ബ്ലോക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തിൽ ഫ്രിക്ഷൻ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു μk ഇൻറ്റു Rn ആണ്. μk. കാരണം എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന കൺസെപ്റ്റോടെ ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡൈനാമിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 0.18 ഇൻറ്റു 1000. 180 ന്യൂട്ടൺ ആണ് ആരെന്ന് പറയുന്നത്? ഡൈനാമിക് ഫ്രിക്ഷൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അകത്ത് ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ഉള്ള മാക്സിമം ഫോഴ്സ് എത്രയാണ്? 200 ന്യൂട്ടൺ. ആ മൊമെന്റിൽ ഏത് 201 ആകുന്നോ ആ സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായി മാറുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡൈനാമിക് ഫ്രിക്ഷണൽ ഫോഴ്സ് μk ഇൻറ്റു Rn ആയി മാറുന്നു. നിങ്ങൾ വാല്യൂ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞോ, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എല്ലായ്പ്പോഴും ഡൈനാമിക് ഫ്രിക്ഷനെക്കാട്ടും അല്പം കൂടുതലാണ്. ശരിയല്ലേ? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കണ്ടല്ലോ, μs ഈസ് ഗ്രേറ്റർ ദാൻ ആരാണ്? μk ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? കൈനമാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഇത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹെവി ആയിട്ടൊരു ബ്ലോക്ക് ഇരിപ്പുണ്ട്. ആ ബ്ലോക്കിൽ നിന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനിഷ്യലി നല്ല എഫേർട്ട് കൊടുക്കണം. എഫേർട്ട് കൊടുത്തൊന്ന് അനങ്ങി കഴിയുമ്പോൾ അന്ന് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. കാര്യം എന്താണ്? മൂവ് ചെയ്യാൻ ഇനിഷ്യൽ സമയത്തുള്ള എഫേർട്ട് എന്തിനു വേണ്ടിയാണ്? ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്. അത് വൺസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൈനാമിക് ഫ്രിക്ഷന്റെ വാല്യൂ കുറവാണ്. അപ്പൊ പിന്നെ കുറച്ച് ഫോഴ്സ് മതി നമുക്ക് അവനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇത് നമ്മുടെ എല്ലാവരും സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ഒരുപാട് കാലത്ത് ഒരു ബ്രേക്കിന് ശേഷം നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നു, ജിമ്മിൽ പോകാൻ പോകുന്നു, വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ആ തുടങ്ങി കിട്ടാൻ ഇച്ചിരി ഒരു പാടാണ്, ഇല്ലേ? എന്ത് കാര്യം നമ്മളൊരു ബ്രേക്കിന് ശേഷം തുടങ്ങാൻ പോകുമ്പോഴും നമുക്കൊരു അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കുറേ ദിവസം നമ്മൾ നന്നായി രാവിലെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ എണീക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കുറേ ഒരു വെക്കേഷന് ശേഷം നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയം നിങ്ങൾ ഇത് ആലോചിച്ച് നോക്കിയാൽ മതി. സ്റ്റാറ്റിക്കും ഡൈനാമിക്സിന്റെ കൺസെപ്റ്റ് ഒന്ന് തുടങ്ങി കിട്ടാനാണ് പാട്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും നമുക്ക് ആ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലത്തിലൂടെ നമ്മൾ എന്തും പഠിച്ചിരിക്കുകയാണ്. കൺസെപ്റ്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷനും പഠിച്ചിട്ടുണ്ട്, കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എഴുതി പോകാം. ഫ്രിക്ഷൻ ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അല്ലേ? ഒന്ന് സ്റ്റാറ്റിക്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആപ്ലിക്കബിൾ ആവുന്ന എപ്പോഴാണ്? നമ്മുടെ ബ്ലോക്ക് എന്തിലായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. റെസ്റ്റിൽ മാത്രമായാൽ പോരാ, ആയിരുന്നു കൊണ്ട് തന്നെ എന്ത് വേണം? ടെൻഡൻസി ഓഫ് മൂവ്മെന്റ് വേണം. എന്ത് വേണം? ടെൻഡൻസി ഓഫ് മൂവ്മെന്റ്. അനങ്ങാനുള്ള ഒരു ശ്രമം അവനിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഡൈനാമിക് ഫ്രിക്ഷൻ, അടുത്ത ഫ്രിക്ഷൻ ആരാണ്? ഡൈനാമിക് ഫ്രിക്ഷൻ ആണ്. ഈ ഡൈനാമിക് ഫ്രിക്ഷന്റെ കഥ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബ്ലോക്ക്, നമ്മുടെ സിസ്റ്റം മൂവ് ചെയ്തിരിക്കണം, അണ്ടർ മോഷനിലായിരിക്കണം. ബ്ലോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ സിസ്റ്റം അണ്ടർ മോഷനിലാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഫ്രിക്ഷണൽ ഫോഴ്സ്, കൈനമാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു μk ഇൻറ്റു Rn ആണ് ഇക്വേഷൻ. റെസ്റ്റിലാണ്, ടെൻഡൻസി ഓഫ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇക്വേഷൻ എന്താണ്? μs ഇൻറ്റു Rn. രണ്ടിലും നോർമൽ റിയാക്ഷൻ സെയിം ആണ്. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മാത്രം നിങ്ങൾ മാറ്റി കൊടുക്കുക. ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു പോകാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് F ഈസ് ഈക്വൽ ടു μRn എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകരുത്. മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ടുള്ള F ഈസ് ഈക്വൽ ടു μRn എന്ന പദം. അത് സ്റ്റാറ്റിക് ഫ്രിക്ഷനകത്ത് കിടക്കുന്ന കഥയാണ്. അത് when the applied force is less than the limiting friction അല്ലെങ്കിൽ maximum friction, the frictional force is equal to applied force. ആരെപ്പോലെ? ഇനിഷ്യലി കേസ് 2 ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് 100 ആണ്, പക്ഷെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ 200 ആണ്. 200 ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കണ്ടി കുറവാണ് അപ്ലൈഡ് ഫോഴ്സ്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു ആരായിരിക്കും? അപ്ലൈഡ് ഫോഴ്സ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഗ്രാജുവലി ഇനിഷ്യലി ഫോഴ്സ് 1 ന്യൂട്ടൺ ആയി, അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് 1 ന്യൂട്ടൺ ആവും.
ഈ പി 2 ന്യൂട്ടനായി, ഫ്രിക്ഷണൽ ഫോഴ്സ് 2 ന്യൂട്ടൺ ആവും. 10 ന്യൂട്ടനായി, ഫ്രിക്ഷണൽ ഫോഴ്സ് 10 ആവും. 50 ന്യൂട്ടനായി, അപ്ലൈഡ് ഫോഴ്സ് 50 ആയാലും എന്ത് പറ്റും, ഫ്രിക്ഷണൽ ഫോഴ്സ് 50 ന്യൂട്ടൺ ആവും. ഫ്രിക്ഷണൽ ഫോഴ്സ് 100 ആയപ്പോൾ, അല്ല അപ്ലൈഡ് ഫോഴ്സ് 100 ആയപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായി മാറി, 100 ആയി മാറി. അപ്ലൈഡ് ഫോഴ്സ് 150 ന്യൂട്ടൺ ആണെങ്കിൽ എന്ത് പറ്റും, ഫ്രിക്ഷണൽ ഫോഴ്സ് 150 ആയും. അപ്ലൈഡ് ഫോഴ്സ് 200 ആണെങ്കിലോ ഫ്രിക്ഷണൽ ഫോഴ്സ് 200 ആയിരിക്കും. പക്ഷേ അപ്ലൈഡ് ഫോഴ്സ് ആ മാക്സിമം ഫ്രിക്ഷനെ കാട്ടി 1 ന്യൂട്ടൺ കൂടി 201 ആയാൽ പിന്നെ കഥ മാറി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങോട്ട് മാറി തുടങ്ങും, ഡൈനാമിക് ഫ്രിക്ഷനിലേക്ക് മാറി തുടങ്ങും. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം.